ഇനി വെറുതെ കളയാൻ സമയമില്ല. അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ തന്നെ ടെക്ഷ ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കൂ. എന്താ അമ്മയുടെ പ്രശ്നം? എടി അവന് പോകാൻ നേരമായി, നീയും കൂടെ എണീറ്റ് വന്ന് ഹെൽപ്പ് ചെയ്യ്. അമ്മ ഞാൻ നേരം വെളുക്കുന്ന ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. എനിക്ക് റെസ്റ്റ് എടുക്കണ്ടേ? എന്ന് വെച്ചാൽ എല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? എനിക്കും ജോലിക്ക് പോകണ്ടേ? അമ്മ അവനോട് പറ, ഞാനല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നേ. അവൻ കൊച്ചല്ലേ? കൊച്ചാ? അവനേക്കാൾ 2 വയസ്സിലെ ചെറുതുള്ളൂ. അവനൊരാണല്ലേ, അതുകൊണ്ട് അവന്റെ കല്യാണം കഴിയുമ്പോ അവന്റെ ഭാര്യ എല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കും. അവൻ ഇതിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നീ അങ്ങനാണോ? നീ അന്യ വീട്ടിൽ പോകേണ്ട ഒരു പെങ്കൊച്ചല്ലേ? വന്നെല്ലാം കണ്ടു പഠിക്ക്. വാ അമ്മ വെള്ളം. ദേ മോനോട് നിശ്ചിട്ട് വെള്ളം കൊണ്ട് കൊടുക്ക്. ഞാൻ ഈ തുണിയൊക്കെ കൊണ്ട് കഴുവാനിട്ട് വരട്ടെ. ആ നല്ല മോളല്ലേ, എണീക്ക്. അമ്മ ഇന്റർവ്യൂസിനിടാൻ കുറച്ച് ഫോർമൽ ഡ്രസ്സ് വാങ്ങണമായിരുന്നു. അടുത്ത ആഴ്ച ആവട്ടെ. ഇരുന്ന ക്യാഷ് ഞാൻ അവന് ടാബ് വാങ്ങിക്കാൻ കൊടുത്തു. മോനെ, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടേ? ദോശയാണോ ചപ്പാത്തിയാണോ? നൂഡിൽസ്. അമ്മ എനിക്ക് ജിമ്മി പോയി കൊള്ളാവുന്നുണ്ട്. ആ മിക്സി എടുത്ത് മാറ്റിയിട്ട് അമ്മിക്കല്ലിട്ട് അരച്ചാൽ മതി. അങ്ങനെയല്ലേ പണ്ടുള്ളവർക്ക് ഇത്ര ആരോഗ്യം. ഏതാടാ പെണ്ണ്? രണ്ടും കൂടെ എവിടെ കാണാൻ പോയതാ? വീട് മോളെ, അവനാണല്ലേ. So what do you think? I don't know, sir. See, I told you many times, don't call me sir. Call me Vishnu. Okay, sir. Sorry. Okay, Vishnu. You are appointed. Really? എന്താ അങ്ങനെ ചോദിച്ചാ? എന്നെ കണ്ട കള്ളം പറഞ്ഞെടുത്താണ്ട് തോന്നുന്നുണ്ടോ? ഇല്ല. താങ്ക് യു വിഷ്ണു, താങ്ക് യു സോ മച്ച്. നീ ഈ ജോലിക്ക് പോകുന്നില്ല. പോകുന്നില്ലെന്നോ? എന്താ അമ്മയുടെ പ്രശ്നം? പോണ്ടെന്ന് പറഞ്ഞ പോണ്ട. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. അമ്മ എനിക്ക് റീസൺ വേണം. എടി ചെന്നൈ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ദൂരെയല്ലേ, അവിടെ നിന്നെ തനിയെ വിടുന്നൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്ത? എടി പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആൾക്കാര്, നമുക്ക് ആരെയും വിശ്വസിക്കാനൊന്നും കൊള്ളില്ല. അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടോ? നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ മോനാണ് ജോലി ഇടിയിരുന്നെങ്കിലോ? അവനാണല്ലേ. ഹലോ. ഹലോ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതാ ഫോൺ എടുക്കാൻ പറ്റാ. ഞാൻ എന്തായിരുന്നു കാര്യം? അമ്മ ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. സോറി. എന്ത് പറ്റി പെട്ടെന്ന്? ചെന്നൈ ആയതുകൊണ്ട് അമ്മ വിടുന്നില്ല. അമ്മയ്ക്ക് പേടിയാ. അടിപൊളി. എടോ, ഇത്രയും വലിയൊരു കമ്പനിയിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അത് ഫ്രഷേഴ്സിന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ടേക്ക് ഇറ്റ് ആസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. താൻ ചുമ്മാ പൊട്ടത്തരന്ന് വിളിച്ച് പറയല്ലേ. പക്ഷെ അമ്മ പിടിയാലെ നിൽക്കുക. എടോ, തൻ്റെ അമ്മയൊക്കെ അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിൽ ജീവിച്ച് കഴിഞ്ഞു. ഇനി തൻ്റെ ജീവിതം ജീവിക്കേണ്ട താനാണ്. ഈ അമ്മയും ബന്ധുക്കളൊന്നും എല്ലാ കാലം കൂടെ ഉണ്ടാവണമെന്നില്ല. ഈ ചുമ്മാ മീനിങ്ലെസ് ആയ ഇമോഷൻസിൻ്റെ പേര് താൻ്റെ കരിയർ സ്പോയിൽ ചെയ്യരുത്. നാളെ അതർത്ത് റിഗ്രറ്റ് ചെയ്യും. വോട്ടെവർ. മീനാക്ഷി ഇഷ്ടമുള്ള പോലെ ചെയ്തോ. മീനാക്ഷിയോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചോ? ഇത്ര നാൾ അമ്മ തീരുമാനിച്ച പോലെയല്ല ഞാൻ ജീവിച്ചത്. ഇനിയെങ്കിലും എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഇനി നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരുന്നില്ല. എന്റെ ഒരു കാര്യത്തിലും നീ ഇനി ഇടപെടരുത്. എന്റെ വാക്ക് കേൾക്കാത്ത ഒരാളിന് എന്റെ മനസ്സിൽ ഇനി സ്ഥാനമില്ല. എനിക്കിനി ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഇത് ഇന്നലെ കണ്ട സീരിയലിലെ ഡയലോഗാണോ അമ്മ? എന്തായാലും ഇത് ഇപ്പോഴത്തെ ദേഷ്യത്തിൽ അമ്മ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പോട്ടെ. എടാ നീ എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ ഡൂഡിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന്. ഞാൻ വരുമ്പോ ലേറ്റ് ആവും. എടാ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. മോനെ അമ്മയ്ക്ക് തീരെ വയ്യടാ. ഒരു കാപ്പി ഇട്ട് തരുമോ?
എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇതുവരെ കഴിക്കാന്നായില്ലേ? അമ്മ ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്. ഞാൻ പുറത്തു പോയി കഴിച്ചോളാം. ATM എടുത്തിട്ടുണ്ടേ. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരാം. ഓ വേണ്ട. ഡാ, നീ കുടിച്ചിട്ടുണ്ടോ? എടാ, ആണുങ്ങളാകുമ്പോ കുടിച്ചെന്നൊക്കെ ഇരിക്കും. മിനി എത്ര നേരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നേ? എന്താണ് കാര്യം എന്ന് പറ. അത് ഇത് ഞാനല്ലേ, നിനക്കെന്നോട് എന്തുവേണമെങ്കിലും പറയാലോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്കൊരു 1 വീക്ക് ലീവ് വേണം. പെട്ടെന്ന് എന്ത് പറ്റി? വീട് വരെ ഒന്ന് പോണം, അമ്മയെ കാണാൻ. ഓ, അമ്മയെ കാണാൻ പറ്റാത്തതിന്റെ വിഷമമാണല്ലേ. ഷ്മീനുവിന് അറിയാലോ, പെട്ടെന്ന് നിങ്ങൾ ലീവൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിക്കാരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇല്ലേ. പക്ഷെ മീനിക്കുട്ടി പേടിക്കണ്ട. വിഷ്ണു വിചാരിച്ച ലീവോ ഹൈക്കോ പ്രൊമോഷനോ അങ്ങനെ എന്ത് വേണമെങ്കിലും കിട്ടും. പക്ഷെ വിഷ്ണു വിചാരിക്കണമെങ്കിൽ മീനിക്കുട്ടിയോടെ വിചാരിക്കണം. എടാ, ഇതിലുണ്ടായിരുന്ന ക്യാഷ് എവിടെയാടാ? അതിലുണ്ടല്ലോ. എടാ, നിനക്ക് അത്ര അത്യാവശ്യം വന്നാൽ മാത്രമേ പൈസ എടുക്കാവൂന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നോട്? അതിന് അത്യാവശ്യം മാത്രമേ ഞാൻ പൈസ എടുത്തുള്ളൂ. 1.5 ലക്ഷം രൂപയുടെ എന്ത് ആവശ്യമാണോ നിനക്കുള്ളത്? അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എത്ര കഷ്ടപ്പെട്ട നിന്നെ ഞാൻ വളർത്തിയെന്ന് എനിക്കറിയില്ലേ. എന്നിട്ട് ഞാൻ അറിയാതെ എന്താണ് നിനക്ക് ഇപ്പൊ ആവശ്യം? അമ്മേ, പ്രായപൂർത്തി ആണാണ് ഞാൻ. അങ്ങനെ എല്ലാ കാര്യവും എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. നീ പറയണ്ട. പക്ഷെ അമ്മയുടെ കാശെടുത്ത് ചെലവാക്കുമ്പോ അത് അമ്മ അറിയണം. അതിന് പറ്റിയില്ലെങ്കിലേ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം. നീ ചിലക്കാടി എവിടെ പോയി അഴിഞ്ഞാടി വന്നിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന? എടാ, നിർത്തടാ, നിന്റെ ചേച്ചിയാടാ ഇത്. ഇനി നീ ഇവിടെ നിന്നൊന്നും സംസാരിക്കണ്ട. ഇറങ്ങടാ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. അമ്മ ഇവന് വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ സൈഡിലാണ് ഫുൾ മിസ്റ്റേക്ക്. ഇവനൊരു ആണായി പോയത് കൊണ്ട് മാത്രം ഈ വീട്ടില് പ്രിവിലേജ്ഡ് ആയി, ഈ സൊസൈറ്റിയിൽ പ്രിവിലേജ്ഡ് ആയി. ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പോലും ഡിസേർവിംഗ് അല്ലാത്തവളായി. ഇവൻ എന്ത് ചെയ്താലും ആണല്ലേ ആണല്ലേ എന്ന് പറഞ്ഞ് ഇത്രയും കാലം അമ്മ വളർത്തിക്കൊണ്ട് വന്നത് പെണ്ണിനൊരു അടിമയായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു മണ്ടനെയാണ്. അതുകൊണ്ട് ഇവനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിന്റെയൊക്കെ മനസ്സിൽ ഇൻഡിപെൻഡന്റ് ആയ സ്ത്രീകളെല്ലാം ചീത്തയായിരിക്കും. ഇവൻ ഇങ്ങനെയല്ല പറയൂ. ഇവൻ ഇങ്ങനെ ആക്കിയത് ആരാ? കഷ്ടം. എനിക്ക് നിന്നോടൊക്കെ സിമ്പതി മാത്രമേ ഉള്ളൂ. നല്ല അമ്മയ്ക്ക് പെർക്കാത്തതിന്റെ കുഴപ്പം. അമ്മ ഒരു പെണ്ണല്ലേ അമ്മ? എന്നിട്ട് എന്തിനാണ് അമ്മ ഈ വീട്ടിൽ എല്ലാത്തിനും എന്നെ റെസ്ട്രിക്ട് ചെയ്തത്, ഇവൻ ഓവർ ഫ്രീഡം കൊടുത്തത്? ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് അമ്മ, ആൻഡ് യു ആർ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. എന്ത് പറ്റി അമ്മ? വെള്ളം വേണോ? ഞാൻ എടുത്തിട്ട് വരാം. നീ തരണ്ട വെള്ളം. പോയി വെള്ളം എടുത്തിട്ട് വേണം. പെണ്ണുങ്ങൾക്ക് മാത്രം ഇതൊക്കെ ചെയ്യാവൂന്ന് ആരാ പറഞ്ഞുണ്ടാക്കിയേ? നിക്കട അവിടെ. സോറി പറഞ്ഞിട്ട് പോടാ. സോറി.